എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ അമ്മാമ്മയുടെ മകൻ്റെ ജർദീനയിലേക്കാണ് കൊണ്ടുവന്നത് കേട്ടോ. ഇവിടെ നിറയെ സൺഫ്ലവർ നിൽപ്പുണ്ട് കണ്ടോ. ഇത് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചേക്കുന്നതേ ഉള്ളു കേട്ടോ. പള്ളിയിൽ മണിയടിക്കുന്നുണ്ട്, അത് കുർബാനയ്ക്കുള്ളതാണ് കണ്ടോ. ഇതിങ്ങനെ വെറുതെ ഇവർ നട്ടു വെച്ചിട്ട് അത് ഉണങ്ങി തീരുമ്പോൾ ഈ കിളികളൊക്കെ വന്ന് കഴിച്ചിട്ട് പോകും, അത്രേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് പോയാൽ കുറേ ഇതൊക്കെ കാണാം. നല്ല വെയിലുണ്ട്, 6 മണിയായി, പക്ഷേ ഒരു 3 കോഴിയുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് നമ്മുടെ വഴുതനങ്ങയാണ്, നാട്ടിൽ പിടിച്ച് വരുന്നതേ ഉള്ളൂ പൂവിട്ട്. റസിമോളെന്ന് പറയുന്നത് വിത്തായിട്ടുണ്ട്. ഇതിനിപ്പോൾ ഉണക്കി അടുത്ത വർഷം അവർ യൂസ് ചെയ്യും. എന്താ വഴുതനങ്ങയൊക്കെ നിൽക്കുന്നത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് മത്തങ്ങ. ഇവിടെ പൊട്ടറ്റയാണ് നിന്നത് കേട്ടോ, അപ്പോൾ അതവർ എടുത്തിട്ടുണ്ട് പൊട്ടറ്റൊക്കെ. പിന്നെ തക്കാളിയൊക്കെ ഉണ്ടോ, തക്കാളിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകാൻ പേടിയാണ്. തക്കാളി വഴുതനങ്ങയൊക്കെ നിൽക്കുന്ന കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും. പിന്നെ തക്കാളി, ഇത് മൈസാണേ, കോണുണ്ടല്ലോ. ഇതൊക്കെ അവരവരുടെ വീടിന്, ഇവിടുത്തെ വീട്ടിൻ്റെ ആവശ്യത്തിന് മാത്രമായിട്ടേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് ഇതെല്ലാം പ്രോന്തയാകുമ്പോൾ എനിക്കും കൊണ്ട് തരും. ഇത് കെമിക്കലല്ല, ഫ്രഷ് ആയിട്ടുള്ളതാണ്. സൂര്യകാന്തി നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ. കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മത്തങ്ങയുടെ, അതൊക്കെ പ്രോന്തയായിട്ടുണ്ട്. കാണുന്ന പള്ളിയാണ്. ഇപ്പോൾ വെയിലൊന്ന് കുറച്ചിതായിട്ടുണ്ട്. ഇത് വെറുതെ ഇങ്ങനെ അവർ നട്ട് വളർത്തുന്നത്. ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ ഈ കുഞ്ഞു കിളികളൊക്കെ വന്ന് കഴിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഇതിൻ്റെ ഒരു ഉപയോഗമില്ല. ഈ ചെടികൾ നാട്ടിലുണ്ട്. ഇത് വെയിൽ കൊണ്ടാണ് കേട്ടോ, നല്ല വെയിലാണ്. 37-38 ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അത്രയും കരഞ്ഞു. റോസയൊക്കെ കണ്ടു. പിള്ളേരുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ വെക്കേഷൻ ആയല്ലോ, അപ്പോൾ അവരെല്ലാവരും ഇവിടെ പാർക്കുണ്ട്, പാർക്കിൽ ഇങ്ങനെ കളിക്കാൻ വരുന്നു. ഇത് അതുപോലെ ജിരാസോളെന്ന് പറയും ഇത് ഇറ്റാലിയിൽ. ഇത് പംകിനാണ്, പംകിൻ. ഇത് വളർന്നു വരുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇടും. കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ വീട്ടിലെ റോസ്മരി, ഓറഞ്ച്. ഇതൊക്കെ സൺഫ്ലവറിൻ്റെ ആണ് കേട്ടോ. കാട് പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വളർന്നു കഴിയുമ്പോൾ ഒരു വീഡിയോയും കൂടെ ഇടാം ഞാൻ. പിന്നെ നമുക്ക് എന്താ പറയുക, എല്ലാവർക്കും സുഖമാണല്ലോ. കുറേ നാളെ എല്ലാവരെയും കണ്ടിട്ട്. അപ്പോൾ നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കുക്കിംഗ് വീഡിയോയും കൂടെ ഇതിൽ കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഹനീദ് നമുക്കൊന്ന് പാചകം ചെയ്താലോ, ചിക്കൻ ഹനീദ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും ബൈ. ഹായ് ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിലും രുചികരവുമായ ചിക്കൻ ഹനീദ് വീട്ടിലെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 2 കിലോ ചിക്കനാണ്. നമുക്ക് ആദ്യം ഹനീദ് മസാല എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അതിനായി അടുപ്പിലൊരു പാൻ വെക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, 4 ടേബിൾ സ്പൂൺ കുരുമുളകും 2 ടേബിൾ സ്പൂൺ ചെറുജീരകവും
6 ഏലക്ക, 5 ഗ്രാമ്പു. ഇതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി മൂപ്പിക്കുക. ഈ മൂപ്പിച്ച മസാല കൂട്ട് എന്ത് ചെയ്യുക, നമ്മൾ മാറ്റി വെച്ചേക്കണം. ഇതിലേക്ക് ആവശ്യമായ ചിക്കൻ നന്നായി കഴുകി എടുത്തിട്ട് അത് എന്ത് ചെയ്യുക, ഒരു ഫോർക്ക് ഉപയോഗിച്ച് കുത്തി കൊടുക്കുക. ഈ ഫോർക്ക് ഉപയോഗിച്ച് നമ്മൾ ചിക്കനിൽ കുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ചേർക്കുന്ന മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തിച്ചേർന്ന് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയാണ്. തുടർന്ന് നമ്മൾ അടുപ്പിലൊരു പാത്രം വെക്കണം. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ഹനീദ് മസാലയും ചിക്കനും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ 2 മാഗി ക്യൂബ് പൊടിച്ച് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ട് മൂടി വെച്ചതിന് ശേഷം വേവിക്കുക. ഒരു 20 മിനിറ്റിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ വേവിച്ച ചിക്കൻ ഉണ്ടല്ലോ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഇതിൽ ഉപയോഗിച്ചിരുന്ന ചിക്കൻ സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട്, അതും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതേ പാത്രത്തിലേക്ക് തന്നെ വീണ്ടും കുറച്ച് ഓയിൽ ഒഴിച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കനും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഫ്രൈ ചെയ്ത ചിക്കൻ വേറൊരു പാത്രത്തിൽ മാറ്റി വെക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഹനീദ് റൈസാണ് സെറ്റ് ചെയ്യേണ്ടത്. അതേ പാത്രത്തിലേക്ക് തന്നെ അല്പം ഓയിൽ ഒഴിച്ച് അതിലേക്ക് 3 സവാള അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ഇടുക. ഈ സവാള വരണ്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് 2 തക്കാളിയും 1 ക്യാപ്സിക്കവും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 4 ഏലക്കയും 4 ഗ്രാമ്പും 2 ഉണക്ക നാരങ്ങയും ചേർക്കണം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് അരിയുടെ അളവിനനുസരിച്ച് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് 4 പച്ചമുളകും ചേർത്ത് നമുക്ക് വെള്ളം തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. വെള്ളം തിളച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഈ കഴുകി 1 മണിക്കൂർ കുതിർത്ത് വെച്ചേക്കുന്ന അരി ഉണ്ടല്ലോ ആ അരി ഇതിലേക്ക് നമ്മൾ ഇളക്കിയതിന് ശേഷം മൂടി വെക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ബസ്മതി റൈസാണ്. ഈ റൈസ് വെന്ത് 90% വെള്ളം വറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് ഈ റൈസിന് മുകളിൽ എടുത്ത് വെച്ചിട്ട് കുറച്ച് മല്ലിയില ചേർത്തതിന് ശേഷം ചെറു തീയിൽ ഒരു 10 മിനിറ്റ് ദം ചെയ്യുക. 10 മിനിറ്റിന് ശേഷം നമ്മൾ പാത്രം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ അടിപൊളി ഹനീദ് റെഡി ആയിട്ടുണ്ട്. കഴിക്കാനും രുചികരമാണ്, കുട്ടികളും ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡും കൂടിയാണ്. നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്